സംഭവബഹുലമായ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനം അങ്ങനെ ഭംഗിയായി പൂർത്തിയായി. ഈ വലിയ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷേ പലതിലും ധാരണയായി പ്രഖ്യാപനമില്ല അങ്ങനെ ഉറച്ചു തന്നെ പറയണം. അപ്പോൾ ഈ ധാരണയായത് എന്ന് പറയുന്നതിൽ തന്നെയാണ് അതിൻ്റെ കഥയുള്ളത്. കാരണം ഇന്ത്യയും റഷ്യയുമായിട്ട് ഏതാണ്ട് ഒരു 2013 വരെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത് ഏതാണ്ട് 4.88 ബില്യൺ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായ ഒരു വ്യാപാരം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ 2022 ഫെബ്രുവരിക്ക് ശേഷം, റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ റഷ്യയുമായിട്ട് നടത്തിയ വ്യാപാരം എന്ന് പറയുന്നത് 68.7 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെയാണ്. സ്വാഭാവികമാണ്, കാരണം ആ സമയത്താണ് നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത്. റഷ്യയിൽ നിന്ന് അതിന് മുമ്പ് വരെ 3% താഴെ ക്രൂഡ് ഓയിലാണ്, നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 3% താഴെയാണ് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 35 മുതൽ 37% വരെ നമ്മൾ റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിൽ വാങ്ങിയത്. കഴിഞ്ഞ 3 മാസത്തിന് തൊട്ട് മുമ്പ് വരെ. ഇപ്പോൾ അതിൻ്റെ അളവിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 68.7 ബില്യൺ അമേരിക്കൻ ഡോളറിലേക്ക് എത്തിയതെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന 68.7 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വ്യാപാരം, അത് 2026 തുടങ്ങാൻ പോകുന്നു. അടുത്ത 4 വർഷം കൊണ്ട് ഈ പറയുന്ന വ്യാപാരം 100 ബില്യൺ അമേരിക്കൻ ഡോളർ, അതായത് 10,000 കോടി അമേരിക്കൻ ഡോളറിൻ്റെ വ്യാപാരത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് കൂട്ടാനായിട്ടുള്ള ഒരു തീരുമാനമാണ് മോദിയും പുടിനും കൂടി നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ധാരണയായി പ്രഖ്യാപനം ഇല്ല. അപ്പോൾ ഈ ധാരണയായി എന്ന് ഞാൻ പറയാൻ കാരണം, പുടിൻ വന്നത് വലിയ ഒരു വിദേശ സംഘത്തോടൊപ്പമാണ്, അല്ലെങ്കിൽ വലിയൊരു വിദേശ പ്രതിനിധി സംഘത്തോടൊപ്പമാണ് അദ്ദേഹം വന്നത്. റഷ്യൻ മന്ത്രിമാരുണ്ടായിരുന്നു, റഷ്യയിലെ വ്യാപാര പ്രതിനിധികളുണ്ടായിരുന്നു, അവിടുത്തെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കാരുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു കക്ഷിയല്ല 2 കക്ഷികൾ. അത് ഒന്ന് റോസ്നഫ്റ്റ് എന്ന് പറയുന്ന റഷ്യയുടെ പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനിയാണ്. മറ്റൊന്ന് അവിടുത്തെ ഈ പ്രകൃതിവാതകം മറ്റുമൊക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റൊരു കമ്പനിയുടെ പ്രതിനിധി. ഇവർക്ക് 2 പേർക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, സാമ്പത്തിക ഉപരോധം. കഴിഞ്ഞ നവംബർ 21 മുതൽ ഈ 2 കമ്പനികൾക്കും ആ ഉപരോധം ബാധകമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 കമ്പനികൾക്കും വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തുന്നതിന് വലിയ നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള 2 കമ്പനികളുടെ പ്രതിനിധികൾ എന്തിനാണ് പുടിനോടൊപ്പം ഇന്ത്യയിലേക്ക് വന്നത്? അവിടെയാണ് ഈ ചോദ്യം ഇരിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ധാരണയായി പ്രഖ്യാപനമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. കൂട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ സംയുക്ത പ്രസ്താവന നടത്തുന്ന സമയത്ത് ഒരു കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ വികസനത്തിന് സഹായകരമാകുന്ന തരത്തിൽ തടസ്സരഹിതമായി ഇന്ധനം, ആ ഇന്ധനം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, LPG ആണ്, കൽക്കരിയാണ്. ഇങ്ങനെ എടുത്തെടുത്ത് അദ്ദേഹം പറയും, ഇതടക്കം ഞങ്ങൾ തടസ്സമില്ലാതെ ഇന്ത്യയിലേക്ക് നൽകാൻ പ്രാപ്തിയുള്ള ഏക വിശ്വസ്തനായ വിതരണക്കാരൻ അത് റഷ്യയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കൂട്ടത്തിൽ അദ്ദേഹം വലിയ ഗംഭീരമായ ഒരു ഓഫറും കൂടി വെക്കുന്നു. നമുക്കിനി തൊട്ട് ഡോളറിൽ ഇടപാട് വേണ്ട, നമുക്കിനി തൊട്ട് രൂപയും റൂബിളുമായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ അതിൻ്റെയും നേട്ടം ഇന്ത്യക്ക് തന്നെയാണ്. കാര്യം ഈ അമേരിക്കൻ ഡോളർ വാങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ അവരുടെ ഓശാരത്തിന് നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ പറയുന്ന വിലയ്ക്ക് അമേരിക്കൻ ഡോളർ വാങ്ങി റഷ്യക്ക് കൈമാറേണ്ടി വരും. അങ്ങനെ ഇന്ത്യക്ക് പൊതുവേ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ $1 കിട്ടാൻ ഏതാണ്ട് 90 രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ കൊടുക്കണം. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് വേണ്ട, പകരം രൂപ റൂബിൾ വിനിമയം മതി എന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറക്കുന്ന ഒരു വാഗ്ദാനം. ഇത് കേട്ട് ഉടനെ നമ്മുടെ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അതായത്, ഇന്ത്യയോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ധന സുരക്ഷിതത്വം ആണ് നമ്മളുടെ ഈ ബന്ധത്തിലെ നെടുന്തൂൺ. ഇന്ത്യ റഷ്യ സഹകരണത്തിൻ്റെ നെടുന്തൂൺ തന്നെ ഇന്ധന സുരക്ഷിതത്വമാണ്. പക്ഷെ അദ്ദേഹം ആ ഇന്ധന സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ആണവ ഇന്ധനത്തെക്കുറിച്ചാണ്. ഈ പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അതിനെക്കുറിച്ചൊന്നും കാര്യമായ പരാമർശം മോദി, അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങളിലേക്ക് പരാമർശം വരാതിരിക്കാൻ മോദി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്തു. കാരണം ട്രംപിനെ പിണക്കാൻ, അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ തൽക്കാലം ഇന്ത്യക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പുടിൻ ക്രെംലിനിൽ നിന്നുകൊണ്ട് നടത്തിയ മാധ്യമ പ്രവർത്തകരുമായിട്ട് സംവദിക്കുക അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണ വളരെ ഒരു സുഗമമായി തന്നെ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് എന്നുള്ളതാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ഇന്ത്യ റഷ്യ എണ്ണ വിതരണം അല്ലെങ്കിൽ എണ്ണ വാങ്ങൽ കൊടുക്കൽ അത് പൂർവ്വസ്ഥിതിയിലാകും എന്ന് തന്നെയാണ് നമുക്ക് തൽക്കാലം ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നിർണായകമായ ധാരണയായിട്ടുണ്ട്, പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ആ ധാരണയായത് ഈ റഷ്യയുമായി സഹകരിച്ച ഇന്ത്യയിൽ ഈ S-400 എന്ന് പറയുന്ന അല്ലെങ്കിൽ S-500 വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് ശത്രു രാജ്യത്ത് നിന്ന് നമ്മളിലേക്ക് ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തച്ച് തകർക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ S-400ഉം അതിൻ്റെ പരിഷ്കൃത പതിപ്പായ S-500ഉം. അത് ഇന്ത്യയുമായി സഹകരിച്ച് നിർമ്മിക്കാൻ തയ്യാറാണ് എന്നുള്ളത് റഷ്യ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ആയുധങ്ങൾ, പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയുമായി സഹകരിച്ച് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും സാങ്കേതിക വിദ്യ കൈമാറ്റവും നടത്താനായിട്ട് റഷ്യ സന്നദ്ധമാണ്. ഇക്കാര്യവും ധാരണയായിട്ടുണ്ട്, പ്രഖ്യാപനമില്ല. കൂടാതെ ഇന്ത്യക്ക് Su-57 സുഖോയ് 57 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ കൈമാറാനായിട്ട് റഷ്യക്ക് താല്പര്യമുണ്ട്. അത് ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കാൻ, പൂർണ്ണതോതിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനും റഷ്യക്ക് താല്പര്യമുണ്ട്. അവിടെയും ധാരണയായി, പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന സുഖോയ് 30 എന്ന് പറയുന്ന യുദ്ധവിമാനം അതിൻ്റെ പരിഷ്കരണം നടപ്പാക്കാൻ, കൂടാതെ റഷ്യയിൽ നിന്ന് കൂടുതൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രകടമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം, റഷ്യയിൽ ഈ തൊഴിൽ ശക്തിക്ക് വലിയ കുറവുണ്ട്. അവിടെ ഈ സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ട് അക്കാര്യത്തിൽ വലിയ ധാരണയായിട്ടുണ്ട്. അതേപോലെ ഈ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, അതേപോലെ ആരോഗ്യരംഗം, ഏറ്റവും നിർണായക സംഗതി ഈ നമ്മുടെ ISROയും റഷ്യയുടെ റോസ്കോസ്മോ എന്നുള്ളതാണ് അവരുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് റോക്കറ്റ് എഞ്ചിൻ വികാസം അടക്കമുള്ള വിഷയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. അപ്പോൾ ഇന്ത്യ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കടക്കുന്നു. നമ്മൾ ഗഗൻയാൻ ദൗത്യത്തിലൂടെ നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളെ നമ്മൾ ശൂന്യാകാശത്ത് എത്തിക്കാൻ പദ്ധതിയിടുന്നു. സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനായിട്ടുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റഷ്യയെ പോലെ ഒരു കാലത്ത് ഈ വ്യോമ മേഖല അല്ലെങ്കിൽ ശൂന്യാകാശ മേഖല അടക്കി ഭരിച്ച നാസ അതിൻ്റെ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ മേഖല അടക്കി ഭരിച്ചിരുന്നത് സോവിയറ്റ് യൂണിയനാണ്, ഇന്നത്തെ റഷ്യയാണ്. അപ്പോൾ അവരുടെ സാങ്കേതിക പിന്തുണ ഇന്ത്യക്ക് കൂടിയേ തീരും. അപ്പോൾ ആ കാര്യത്തിൽ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. കൂട്ടത്തിൽ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ഉക്രൈനിൽ ഇപ്പോൾ റഷ്യ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഇക്കാര്യത്തിൽ അമേരിക്കയുമായിട്ട് ഉള്ള ചർച്ചയിൽ എടുത്തിരിക്കുന്ന നയപരിപാടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ചും നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്, ഉക്രൈൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സമാധാനമാണ് വലുത്, ആരുടെയും പക്ഷത്ത് നിൽക്കുന്ന ഒരു നിലപാടല്ല, സമാധാനമാണ്. ഇനി നിർണായകമായൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആണവ വൈദ്യുത നിലയം. നിലവിൽ റഷ്യൻ സഹകരണത്തോടെ നമ്മൾ കൂടംകുളത്ത് ഒരു ആണവ വൈദ്യുത നിലയം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റൊന്നുകൂടി റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ മറ്റൊരു ആണവ വൈദ്യുത നിലയം കൂടി സ്ഥാപിക്കാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്ഥലവും മറ്റും കണ്ടെത്താനായിട്ടുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളിലും രണ്ട് രാജ്യത്തെയും മന്ത്രിമാർ ചേർന്ന് അല്ലെങ്കിൽ വകുപ്പ് തല മേധാവികൾ ചേർന്ന പല നിർണായക കരാറുകളിലും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സഹകരണം അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. പ്രത്യേകിച്ച് 2020 പുടിൻ റഷ്യയുടെ അധികാരത്തെത്തിയതിനു ശേഷം 25 വർഷമായിട്ട് നിരന്തരം രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് രണ്ട് രാഷ്ട്ര നേതാക്കളും നടത്തുന്ന വ്യക്തിപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ സഹകരണങ്ങൾ അത് വളരെ ശ്രദ്ധേയമായതാണ്. മറ്റൊന്നും കൂടിയുണ്ട്, ഈ സംഗതിയൊക്കെ നടക്കുന്നത് അമേരിക്ക ഇന്ത്യക്കെതിരെയും റഷ്യക്കെതിരെയൊക്കെ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന സമയത്തു കൂടിയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കുക, ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂട്ടായിട്ടാണ് എന്നുള്ള മറുപടി കൊടുക്കുക എന്നുള്ള അജണ്ടയും കൃത്യമായി പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിൽ അത് വർക്കൗട്ടായി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ.